ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഡയമണ്ട് ഫേഷ്യൽ ചെയ്താലോ? പാർലറിലൊന്നും പോവാതെ, ഒരു രൂപ പോലും ചിലവാക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു അടിപൊളി ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാം. ഇങ്ങനെയാണെന്ന് കണ്ടാലോ? എല്ലാ ഫേഷ്യൽ ചെയ്യുന്നത് പോലെയും നമുക്ക് ആദ്യം തന്നെ മുഖം നല്ലവണ്ണം ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായി കഴിയതിന് ശേഷം മാത്രം ആണ് നമുക്ക് ഈ ഫേഷ്യൽ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് കാച്ചാത്ത പാല് വെച്ച് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ പാലിൻ്റെ ഗുണങ്ങളറിയാം. ലാക്റ്റിക് ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് പാല് നമ്മുടെ സ്കിന്നിലെ ആഴ്ന്നിറങ്ങി ചെന്ന് നമ്മുടെ സ്കിന്നിനെ നല്ലോണം ക്ലീൻ ആക്കുന്നു. നമുക്ക് പാല് വെച്ച് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്കൊരു 1 മിനിറ്റ് നേരം നല്ലവണ്ണം ഒന്ന് തുടച്ച് എടുക്കാം പാല് വെച്ച്. നമ്മളെപ്പോഴും കഴുത്ത് ഇവിടെ ഒന്ന് വൃത്തിയാക്കണേ. അപ്പം ഞാനൊരു 1-2 മിനിറ്റ് മസാജ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിന് തുടച്ച് മാറ്റണേ. കഴുകി കളഞ്ഞാലും മതി, തുടച്ച് മാറ്റിയാലും മതി. നല്ല കളർ വരും. മുഖം നല്ല സോഫ്റ്റ് ആവും, മുഖം നല്ല ക്ലിയറും ആവും. അടുത്ത് നമുക്ക് വേണ്ടുന്ന മസാജാണ്. അപ്പം നമ്മൾ ക്ലെൻസ് ചെയ്തു, നമ്മൾ സ്ക്രബ് ചെയ്തു. അടുത്ത് വേണ്ടുന്നത് മസാജാണ്. മസാജിനായി നമുക്ക് വേണ്ടുന്നത് ബീട്രൂട്ട് ജ്യൂസാണ്. ബീട്രൂട്ട് ജ്യൂസ് അത് ഏകദേശം 1.5 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് വരികയെ. അപ്പം നമ്മളൊരു ബീട്രൂട്ട് എടുത്ത് നല്ലവണ്ണം പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് മിക്സിയിൽ വെച്ചൊന്ന് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുത്ത് എടുത്തതാണ് ഇത്. അങ്ങനെ എടുത്ത ജ്യൂസാണ് ഇത്, ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. ഈ ജ്യൂസ് നമുക്കിപ്പോൾ എനിക്കിതൊരു 1.5 ടീസ്പൂൺ വരുവേ. ഈ ബീട്രൂട്ട് ജ്യൂസിൽ നമ്മൾ നല്ല കട്ട തൈരാണ്, പുളിച്ച തൈരായാലും നല്ലതാണ്. തൈര് ഇതുപോലെ ഞാൻ 1 ടീസ്പൂൺ തൈരൊഴിച്ച് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്യണേ. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മസാജ് കൊടുക്കാം. നമുക്ക് മസാജ് കൊടുത്താലോ? പത്ത് മിനിറ്റ് നേരം കൊടുക്കണേ മസാജ്. എല്ലാ അപ്പർ ഡയറക്ഷനിൽ നല്ലവണ്ണം കണ്ണിന് താഴെ എല്ലാം നമുക്ക് കൊടുക്കാം. ഫൈൻ ലൈൻസ് മാറാൻ നെറ്റിയിൽ നല്ല മസാജ്. അപ്പോൾ നമ്മളെ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിനെ ഒരു പിങ്കിഷ് ഗ്ലോ നൽകി. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഡൾനെസ് എല്ലാം മാറ്റുന്നു, ഡ്രൈനെസ് മാറ്റുന്നു. തൈരും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊരു ഈവൻ ടോൺ, നല്ല ഒരു കളർ നൽകി നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നുവേ. അപ്പോൾ ബീട്രൂട്ട് എല്ലാം നല്ല ഒരുപാടിക്കുന്ന വൈറ്റമിൻസ് നമ്മുടെ സ്കിന്നിനെ വളരെ നല്ല ഒരു ഗ്ലോ തരുവേ. അപ്പം നമ്മൾ നല്ലവണ്ണം ഒരു മസാജ് കൊടുക്കണം. ജോ ലൈൻസ്, അപ്പർ ഡയറക്ഷൻ, ലാഫ് ലൈൻ, ഫൈൻ ലൈൻസ്. അങ്ങനെ നമുക്ക് 10 മിനിറ്റ് മസാജ് കൊടുക്കാം. അപ്പം ഞാൻ 10 മിനിറ്റ് മസാജ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാമേ. വാഷ് ചെയ്തായാലും മാറ്റിയാലും മതി. ഞാൻ വൈപ്പ് ചെയ്ത് മാറ്റി. അടുത്തത് നമുക്ക് ഒരു പാക്ക് ഇടണം. നമ്മുടെ സ്കിന്ന് നമ്മൾ ക്ലീൻ ചെയ്തു, അതുപോലെ തന്നെ സ്ക്രബ് ചെയ്തു,
അത് കഴിഞ്ഞ് മസാജ് ചെയ്തു. അപ്പം നമ്മുടെ സ്കിന്നിനെ നമ്മുടെ പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് അതിൻ്റെ പോർസ് എല്ലാം ഓപ്പൺ ആയിരിക്കുകയല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു മാസ്ക് തയ്യാറാക്കണം. അപ്പോൾ അതിനായി ഞാൻ യൂസ് ചെയ്യണത് ഒരു റോബസ്റ്റ പഴത്തിൻ്റെ കുറച്ച് ഭാഗം, ഒരു ശകലം മതിയേ, കുറച്ച് റോബസ്റ്റ പഴത്തിൻ്റെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാമേ. പഴത്തിനെ ഞാൻ നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. പഴം. അപ്പം നമുക്ക് വേണ്ടുന്നത് പഴം ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടത് ചന്ദന പൗഡറാണ്. എല്ലാ അങ്ങാടിക്കടകളിലും വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് ഓൺലൈൻ വഴി വരുത്താം. ചന്ദന പൗഡർ നല്ല ബെസ്റ്റാണ്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു തണുപ്പ് നൽകുകയും സ്കിന്നിന് നല്ല ഗ്ലോ നൽകുകയും തരും ചന്ദന പൗഡർ. അപ്പം ഞാൻ ഈ പഴം ഉടച്ചെടുത്തു. അതുപോലെ തന്നെ നമുക്ക് 1 സ്പൂൺ ചന്ദന പൗഡർ യൂസ് ചെയ്യാമേ. ഒരു സ്പൂൺ ചന്ദന പൗഡർ ആഡ് ചെയ്യണേ. അതിനുശേഷം നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് പാലോ റോസ് വാട്ടറോ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് പാല് യൂസ് ചെയ്യാം, ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പാലാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുഴഞ്ഞു വരാൻ ആവശ്യമായ പാല്, അത് ഇത്രയും പാല്. ഇങ്ങനെ ഒരു പാക്ക് നമുക്ക് കിട്ടും. ഈ പാക്ക് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ? അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാമേ. പഴം നമ്മുടെ സ്കിന്നിനെ സ്മൂത്താക്കും. നമ്മുടെ സ്കിന്നിനുള്ള ബ്ലാക്ക് ഷെയ്ഡെല്ലാം മാറ്റും. സ്കിന്നിന് നല്ലൊരു കളർ നൽകും. ചന്ദനപ്പൊടിയാണെങ്കിൽ നല്ല തണുപ്പാണ്. പാക്കിട്ട് അതിനുശേഷം നമ്മൾ ഈ പഴം മാറ്റി വെച്ചതിൻ്റെ പഴത്തിൻ്റെ തോലില്ലേ, ആ തോല് കൊണ്ട് നമുക്കൊരു ചെറിയൊരു മസാജ് കൊടുക്കാം. നമ്മൾ പഴത്തോലിനെ നമുക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം ഇറങ്ങി നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്താക്കുകയും. അതുകൊണ്ട് നമുക്കൊരു ചെറിയ മസാജ് എല്ലാ ഭാഗത്തും കൊടുത്തതിന് ശേഷം നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ പാക്ക് അപ്ലൈ ചെയ്യാം. പാക്ക് നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി 20 മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുഖം നല്ലവണ്ണം ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മാറ്റാം. ഞാനിതിൽ നിന്ന് വെള്ളം വച്ചൊന്ന് കുതിർത്തതിന് ശേഷം നമുക്ക് മാറ്റാം. മുഖം നല്ലവണ്ണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ക്ലിയറായി, നല്ല കളറും എല്ലാം ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ടോണർ യൂസ് ചെയ്യണേ. കുറച്ചെടുത്ത് ടോണർ യൂസ് ചെയ്യും. പുറത്തോട്ടിറങ്ങിയ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യേ. ഞാൻ ടോണർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് സൺസ്ക്രീൻ യൂസ് ചെയ്യും. അപ്പം
എല്ലാവരും നമ്മൾ ഡയമണ്ട് ഫേഷ്യൽ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്ത് നോക്കണം. ഏറ്റവും നല്ലൊരു ഫേഷ്യലാണിത്. നല്ല വെച്ചാൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് സ്കിന്നൊന്നും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്ത് മുഖം നല്ല ക്ലിയർ ആവും, നല്ല ഗ്ലോയും കിട്ടും ഈ മുഖത്തിന്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.